ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും, ഒരു ജേണൽ സപ്ലൈ ആണ്. അപ്പം ജസ്റ്റ് ഞാൻ ഹോം മെയ്ഡായിട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്കിത് വലിയ അറിവൊന്നും ഇല്ല ഈ ജേണലിനെ കുറിച്ച്. ഞാൻ എൻ്റെ ഒരു ടേബിൾ സെറ്റിംഗ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ജേണലിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല, ബട്ട് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുതന്നെ എനിക്കിപ്പോഴും പറയാനുള്ളൂ. അത്രയ്ക്കൊന്നും എനിക്ക് അറിയില്ല, ഞാൻ ചെയ്യും അത്ര തന്നെ. അപ്പോൾ ആ ഒരു അറിവ് വെച്ച് നിങ്ങളും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഹോം മെയ്ഡായിട്ട് ജസ്റ്റ് പാറ്റേൺ പേപ്പേഴ്സ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കാണിക്കാൻ വിചാരിച്ചു. സോ ഫസ്റ്റ് തന്നെ പാറ്റേൺ പേപ്പറാണ് ഉണ്ടാക്കുന്നത്. സോ ഫസ്റ്റ് പാറ്റേൺ പേപ്പറിൽ ഒരു ഏതെങ്കിലും ഒരു ടാപ്പ് എടുക്കുക. എന്താണ് പെയിൻറ്റിങ്ങിൻ്റെ ഒരു ടാപ്പ് ഉണ്ടല്ലോ, പെയിൻറ്റിൻ്റെ വല്ല ടാപ്പ് വല്ലതും അതെടുക്കുക, അല്ലെങ്കിൽ വേറേൻ്റെ വല്ല അടപ്പോ എന്തെങ്കിലും എടുക്കുക റൗണ്ട് ഷേപ്പിൽ. അത് എന്തെങ്കിലും നിങ്ങൾക്കിപ്പോൾ വിൻറ്റേജാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഗ്രീനാണ് യൂസ് ചെയ്തത്. ഒരു ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ഇത് സത്യം പറഞ്ഞാൽ ഈ ക്യാമറയിലൊന്നും അറിയുന്നില്ല, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ആയിരുന്നു, ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും. അങ്ങനെ ചെയ്തെടുക്കാം, അത് നല്ല പാറ്റേൺ ആയിരിക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രീൻ ജേണലോ അങ്ങനെ വല്ലതൊക്കെ ചെയ്യുമ്പോൾ അതിൽ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാൻ നന്നായിരിക്കും. ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാട്ടോ ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അങ്ങനെ നന്നായിരിക്കും. പിന്നെ സെക്കൻഡ് വണ്ണ് ഞാൻ ചെയ്തിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പ്രേ എഫക്റ്റ് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് എത്രത്തോളം അങ്ങനെ ആയോ എന്നൊന്നും എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ക്യാമറയിൽ ഒന്നും ക്ലിയർ ആവുന്നില്ല. സത്യം പറഞ്ഞാൽ നേരിട്ട് അറിയുന്നുണ്ട്, പക്ഷേ ഇതിലത്ര അറിയില്ല. ലൈറ്റും എല്ലാം കൂടെ ഒന്നും അങ്ങനെ അറിയുന്നില്ല. ഞാനൊരു സ്പ്രേ എഫക്റ്റാണ് ഉദ്ദേശിച്ചത്. അത് ഒരു പ്ലെയിൻ പേപ്പർ എടുക്കുക, അതിലിങ്ങനെ ഒന്ന് ജസ്റ്റ് ഏതെങ്കിലും ഒരു കളർ യൂസ് ചെയ്തിട്ട് സ്പ്രേ പോലെ അങ്ങനെ ഒരു ബ്രഷ് യൂസ് ചെയ്ത് ഇങ്ങനെ ആക്കുക. കുറച്ചും കൂടെ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കിട്ടും. പിന്നെ പേപ്പർ എങ്ങനത്തെ രീതിയിലുള്ള പേപ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ഡ്രോയിങ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പേപ്പർ ഉണ്ടല്ലോ, അതാകുമ്പോൾ ഇത്തിരി തിക്ക് ഉണ്ടാവുമല്ലോ, ആ ഒരു പേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ തേർഡ് വൺ ഞാൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രഷ്ഡ് പേപ്പർ പോലെ ഞാൻ ഉദ്ദേശിച്ചത്. അതായത് വിൻറ്റേജ് തീമൊക്കെ ചെയ്യുമ്പോൾ ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. വിൻറ്റേജ് തീമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കുമല്ലോ അത് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ. സോ ഞാൻ സത്യം പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ബ്രൗൺ കളറാണ്. അതിൽ കാണുന്നത് ഒരു പർപ്പിൾ കളറായിട്ടാണ് തോന്നുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് കളറാക്കി അടിച്ച് കഴിഞ്ഞാൽ നല്ല ഡാർക്കായിരിക്കും. നിങ്ങൾക്ക് അത്രയ്ക്ക് ഡാർക്ക് ആക്കണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് കളർ ഇത്തിരി വെള്ളമൊക്കെ യൂസ് ചെയ്തിട്ട് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലൈറ്റ് കളറായിരിക്കും. ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഉദ്ദേശിച്ചത്, പക്ഷേ എൻ്റെ ഇത്തിരി ഡാർക്കായി പോയി. അങ്ങനെ 3 ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പല പാറ്റേണിൽ നിങ്ങൾക്ക് ഇപ്പോൾ പിൻട്രസ്റ്റിലോ ഗൂഗിളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കിട്ടും. അപ്പം നമുക്കിനി നെക്സ്റ്റ് വാഷി ടേപ്പ് നോക്കാം. വാഷി ടേപ്പ് വന്നിട്ട് ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഇതെല്ലാം ഞാൻ ഉണ്ടാക്കുന്നത്. മറ്റേ പാറ്റേൺ പേപ്പേഴ്സ് ഞാൻ പിന്നെയും ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ് വാഷി ടേപ്പൊക്കെ ട്രൈ ചെയ്ത് നോക്കണത്. അപ്പം ഇതും ഞാൻ ചെയ്യണത് ഗൂഗിളിലോ പിൻട്രസ്റ്റൊക്കെ നോക്കി കുറേ മോഡൽ കിട്ടും. അപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ നമ്മുടെ ഈ പശുവിൻ്റെയൊക്കെ മേലൊരു ഇതുണ്ടാവില്ലേ, ആ ഒരു ടൈപ്പ് ഞാൻ ചെയ്തിരിക്കുന്നത്. വൈറ്റ് പേപ്പറിൽ ബ്ലാക്കിൻ്റെ കൊണ്ട് ഡിസൈനൊക്കെ ചെയ്തിട്ട് ഇതും ഞാൻ ഡ്രോയിങ് ചെയ്യണ പേപ്പർ കൊണ്ടാട്ടോ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇത് തിക്ക് കിട്ടുമല്ലോ. പിന്നെ രണ്ടാമത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് എന്തൊക്കെയൊക്കെയോ. പിന്നെ അപ്പം നിങ്ങൾക്ക് ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. ഇത് ഈ വാഷി ടേപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വാഷി ടേപ്പ് എടുത്ത് റോൾ ചെയ്യുക. എന്നിട്ട് ഒരു ചെറിയൊരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ കൂടെ ഇങ്ങനെ ഒന്ന് ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഫ്രണ്ടിലേക്ക് എടുക്കുകയാണെങ്കിലും അതുപോലെ എടുക്കുകയും ചെയ്യാം. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഗൈസ് നമുക്ക് നെക്സ്റ്റ് സ്റ്റിക്കേഴ്സ് നോക്കാം. സ്റ്റിക്കേഴ്സ് വന്നിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് സാധാ ഒരു ഫ്ലവർ വരച്ചിട്ട് അതിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു കളർ കൊണ്ട് ഇങ്ങനെ റൗണ്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതാവുമ്പോൾ നമുക്ക് വിൻറ്റേജിലാകുമ്പോൾ കുറച്ചും കൂടെ മാച്ചായി പോവും. അപ്പോൾ ഞാൻ എല്ലാം വിൻറ്റേജ് മോഡലൊന്നുമല്ല ചെയ്യണത് ഗൈസ്, ചിലത് വേറെ നോർമലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലെല്ലാം അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഗൈസ്. ഇനിയും കുറേയൊക്കെ ഉണ്ട്, എന്താണ് സ്റ്റാമ്പ്സ് അങ്ങനെ സംഭവമൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ അതിൽ കാണിച്ചിട്ടില്ല. കുറച്ച് സംഭവങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്കിനി വേറെ ഏതെങ്കിലും വീഡിയോയിൽ നോക്കാം ഗൈസ്. ഇനി അടുത്ത് നമുക്ക് വിൻറ്റേജ് ലേബൽസ് നോക്കാം. ഇത് ഞാൻ സാധാ ഒരു പേപ്പറിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ ലെറ്ററൊക്കെ കിട്ടുന്ന പേപ്പർ ഒരു ബ്രൗൺ ഷെയ്ഡ് ആയിരിക്കുമല്ലോ, അതിൽ ചെയ്യാം. നെക്സ്റ്റ് ബട്ടർഫ്ലൈ സ്റ്റിക്കർ നോക്കാം. അത് വന്നിട്ട് ന്യൂസ് പേപ്പർ എടുത്തിട്ട് അതിൽ നമ്മൾ ഒരു ബട്ടർഫ്ലൈൻ്റെ ഡിസൈൻ വെച്ച് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്തെടുത്തൊരു വിൻറ്റേജ് ബട്ടർഫ്ലൈ സ്റ്റിക്കർ ആവും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.